ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് സ്ക്രീൻ ഗാർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് ഫോണിന്റെ സ്ക്രീൻ ഗാർഡ്സ് എവിടെയും കിട്ടാത്തതുകൊണ്ട് ഓൺലൈനായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇൻഫിനിക്സ് ഹോട്ട് ലാമിനസിന് പറ്റിയ സ്ക്രീൻ ഗാർഡാണിത്. അതിന് പുറമെ നമുക്ക് ഇൻഫിനിക്സിന്റെ 20S 30 05G 0X Neo തുടങ്ങിയ മൊബൈലുകളിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നല്ല പ്രൊട്ടക്ഷനാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 5 പീസാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5 പീസിന് ഏകദേശം എനിക്ക് ആദ്യം 270 രൂപ അടുപ്പിച്ചിട്ടാണ് ഇതിന് പ്രൈസ് ആയത്. അപ്പോൾ നല്ല തെർമോകോളൊക്കെ വെച്ച് നല്ല സേഫ്റ്റിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ കൂടെ നമുക്ക് ഇവിടെ കാർഡ് കാണാൻ കഴിയും. ഒരു വൗച്ചർ കാർഡാണ്. 100 rupees ഒക്കെ തിരികെ നൽകുന്ന രീതിയിലുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ ഗാർഡ്സ്. അപ്പോൾ 5 സ്ക്രീൻ ഗാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 11D എന്ന് പറഞ്ഞൊരു മോഡലുള്ളൊരു സ്ക്രീൻ ഗാർഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഫിനിക്സിന്റെ ഫോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ കോംബോ ആയിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. സിംഗിൾ ആയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ 150 രൂപയൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ സെയിം തന്നെയാണ് 11D തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പാക്കായിട്ട് അങ്ങ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇൻഫിനിക്സ് ഫോണൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമായിരിക്കും. അപ്പോൾ കടകളിലൊന്നും ഇതുപോലുള്ള സ്ക്രീൻ ഗാർഡ്സും കാര്യങ്ങളൊന്നും കിട്ടാറിട്ടായിരിക്കും. ഇതിന്റെ പാർട്സ് ഒന്നും അവൈലബിൾ ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് സ്ക്രീൻ കാർഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് പഴയ സ്ക്രീൻ കാർഡാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഫിനിക്സ് ഹോട്ട് ലെവനസ് ഫോണാണ്. അപ്പോൾ നല്ലൊരു ഫോണാണ്, 2 കൊല്ലമായി ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് സ്ക്രീൻ കാർഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് പഴയ സ്ക്രീൻ കാർഡ് ഫീൽ ചെയ്ത് കളയുകയാണ്. അപ്പോൾ അത് കമ്പനിയിൽ വരുമ്പോൾ ഉള്ള സ്ക്രീൻ കാർഡാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്കിത് ക്ലീൻ ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ക്രീൻ കാർഡിൽ നിന്ന് ഇതുപോലെ 2 വൈപ്പിംഗ് മെറ്റീരിയൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമായിട്ടുള്ളത് വെറ്റ് ആയിട്ടുള്ള വൈപ്പിംഗ് മെറ്റീരിയലാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ആദ്യം തുടക്കേണ്ടത്. അപ്പോൾ അത് ഈ കട്ട് ചെയ്തിട്ട് നമുക്ക് തുടച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെറ്റായിട്ടുള്ള പേപ്പറും കൊണ്ടൊന്ന് സ്ക്രീനും തുടച്ചൊന്ന് ക്ലീൻ ആക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. ഒരു ഡസ്റ്റിന്റെ അംശം പോലും നമുക്ക് സ്ക്രീനിന്റെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ആക്കുക. അപ്പോൾ നമ്മളത് ക്ലീൻ ആക്കിയതിന് ശേഷം വേണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തുടക്കുക. കാരണം ഡസ്റ്റും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത് ബബിൾസ് ഫോം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഡസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ക്ലീനിങ് മെറ്റീരിയൽ ഉപയോഗിക്കുക. അപ്പോൾ ഡ്രൈ ക്ലീനിങ് മെറ്റീരിയലാണ്. അതിപ്പോൾ നമ്മൾ വെറ്റ് ക്ലീനിങ് മെറ്റീരിയൽ വന്നിരിക്കുന്ന അതിൻ്റെ മുകളിലെ വെറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി പോകാനാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കുക. നല്ല ഫിനിഷിൽ വിടുന്ന വരെ ക്ലീൻ ആക്കുക. അപ്പോൾ പൊടിൻ്റെ അംശം ഉണ്ടാകാറ്. അപ്പോൾ നമ്മൾ ഫാൻ ഇടാൻ പാടില്ല. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ പൊടി വന്ന് അടിയാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫാൻ ഓഫ് ആക്കിയിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ക്ലീൻ ഏരിയ ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ സ്ക്രീൻ കാർഡ് അപ്ലൈ ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡസ്റ്റൊക്കെ അതിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ ഡസ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ വൈപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കണം അതിൻ്റെ മുകളിൽ സ്ക്രീനിൻ്റെ മുകളിൽ ഡസ്റ്റോ കാര്യങ്ങളുണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഓഫ് ആക്കിയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്ക്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്ക്രീൻ കാർഡ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ പൊടിൻ്റെ അംശമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്ക്രീൻ കാർഡിൻ്റെ നമ്മൾ പിറകെ വശം ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ പീല് ചെയ്യുക. മുകളിലെ ഭാഗം നോക്കിയിട്ട് പീല് ചെയ്യുകയാണ് വേണ്ടത്. മുകളിലൊരു സൈഡ് ഭാഗം കാണാൻ കഴിയും. അത് ഒന്ന് പീൽ ചെയ്ത് വെക്കുക പകുതി ഭാഗം. അപ്പോൾ അതിനുശേഷം നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് ശരിയായ അളവ് നോക്കിയിട്ടൊന്ന് ഫിക്സ് ചെയ്യുക. പതിയെ നമ്മൾ ഫിക്സ് ചെയ്ത് വരിക. അപ്പോൾ ബബിൾസൊക്കെ അതിൽ ഫോം ആയിട്ടുണ്ടാകും. അതൊക്കെ നമ്മളിങ്ങനെ താഴോട്ടേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ബബിൾസ് ഔട്ടാകാൻ നമുക്ക് കാണാൻ കഴിയും. ചെറിയ രീതിയിലൊന്ന് പുഷ് കൊടുത്താൽ മതി. ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ബബിൾസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഔട്ടാകുന്നത് കാണാൻ കഴിയും. ഈ സ്ക്രീൻ കാർഡ് ബബിൾ ഫ്രീ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ നമുക്ക് ബബിൾസ് ഫോം ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ബബിൾസൊക്കെ നമ്മൾ ഔട്ട് ചെയ്ത് കളയണം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ കാർഡ് ഒന്ന് പറച്ച് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ബബിൾസൊക്കെ ഒന്ന് പോയിക്കോളും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബബിൾസിന്റെ പോലുള്ള മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം സ്ക്രീൻ നന്നായി തുടക്കണം. കാരണം സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ സ്ക്രീനിൽ ഇത് കൈ കൊണ്ട് തൊടാൻ പാടില്ല. അത് പിന്നെ ഒരു സ്ക്രാച്ച് പോലെ അവിടെ നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ സ്ക്രീൻ ഗാർഡ് 4 സ്ക്രീൻ ഗാർഡ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഡസ്റ്റ് റിമൂവ് ചെയ്യേണ്ട മെറ്റീരിയൽ അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഇതുപോലുള്ള കോംബോ ഓഫറായിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ടച്ച് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിനകത്ത് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി 11D പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ വലിയ ക്വാളിറ്റി വലിയ വിഷയമില്ല. അപ്പോൾ ഇത് ഓഫർ പ്രൈസിനാണ് കിട്ടിയത്. അതാണ് ഈ വിലയ്ക്ക് ഈ 5 കിട്ടിയത്. അപ്പോൾ ഇൻഫിനിക്സ് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കവറും അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡും മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ നിലവിൽ എൻ്റെ നാട്ടിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.